നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2021 ഓൾ ഇന്ത്യ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയിലാകമാനമുള്ള ഗവൺമെൻറ് MBBSൻ്റെയും BDSൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ 3-ാം ഘട്ടം, അതായത് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, 2 റൗണ്ടുകളിലായി നടന്ന അലോട്ട്മെൻറ്റുകളിൽ കുട്ടികൾ അഡ്മിഷൻ എടുത്തിരുന്നു. അവിടെ ക്ലാസ്സുകൾ തുടങ്ങി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വന്നിരിക്കുന്ന വേക്കൻസികളും പുതിയതായി വന്നിരിക്കുന്ന കോളേജുകളുടെ വേക്കൻസികളും ഉൾപ്പെടെ ഈ 3-ാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് നടക്കുന്നു. അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളിലൂടെ നമുക്കൊന്ന് ആദ്യം കണ്ണോടിക്കാം. ചോയ്സ് ഫില്ലിംഗ് മാർച്ച് 11-ാം തീയതി മുതൽ 14-ാം തീയതി രാത്രി 12 മണി വരെ. പക്ഷേ നമ്മൾ നോക്കുക, രജിസ്ട്രേഷൻ തീരുന്നത് 14-ാം തീയതി 12 മണിക്ക് തീരും. നമുക്കറിയാം, കേരള അലോട്ട്മെൻറ്റ് വരുന്നത് 14-ാം തീയതിയാണ്. സാധാരണ വൈകുന്നേരം സമയം 7 മണിയോടുകൂടിയൊക്കെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ കേരളത്തിലൊരു സീറ്റ് കിട്ടിയില്ല എങ്കിൽ, ഓൾ ഇന്ത്യയിലാണ് നമുക്ക് കൊടുക്കേണ്ടതെങ്കിൽ, കേരളത്തിലൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടിയില്ല, നമുക്ക് ഡീംഡിലാണ് കൊടുക്കേണ്ടതെങ്കിൽ, ഓൾ ഇന്ത്യയിൽ പുതിയതായി രജിസ്റ്റർ ചെയ്യാൻ വൈകുന്നേരം ആവുകയില്ല. 14-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ തീരും. അപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കേരളത്തിലോ മറ്റെവിടെയെങ്കിലും ഒരു സീറ്റോ കിട്ടാത്ത സാഹചര്യത്തിൽ ഓൾ ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് ഗവൺമെൻറ്റിലായിരിക്കാം, ഗവൺമെൻറ് MBBSലായിരിക്കാം, BDSലായിരിക്കാം, ഡീംഡ് കോളേജുകളിലായിരിക്കാം, BSc നേഴ്സിങ്ങിനായിരിക്കാം. ഈ ഓൾ ഇന്ത്യയുടെ സൈറ്റിൽ നീറ്റ് 2021 റാങ്കിനെ ബേസ് ചെയ്ത് ഇനി ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് സാവകാശമില്ല. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം 14-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ. അതിൽ ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം 14-ാം തീയതി രാത്രി 12 മണി വരെയും ഉണ്ടായിരിക്കും. നമുക്ക് കേരളത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ, കേരള അലോട്ട്മെൻറ്റ് വഴി നമുക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ വേണമെങ്കിൽ വൈകുന്നേരം കയറി ഓപ്ഷൻ എൻട്രി ചെയ്യാം. ഇനി കിട്ടിക്കഴിഞ്ഞ് നമുക്ക് കേരളം മതിയെന്നുണ്ടെങ്കിൽ കൊടുത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് നമുക്കറിയാം, ഏതാണ്ട് 5700 വരെയാണ് ഓപ്പൺ കോട്ടയിലും. വിവിധ സമുദായങ്ങൾക്ക് ഏതാണ്ട് 6000-7000 റാങ്ക് വരെയൊക്കെയാണ് OBC കാറ്റഗറിയിലൊക്കെ റിസർവേഷൻ അനുസരിച്ച് സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് ഡീംഡ് കോളേജുകളുടെ മോപ്പപ്പ് റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ നമുക്കിപ്പോൾ നിങ്ങൾ 2 ലക്ഷം അടച്ച് രജിസ്റ്റർ ചെയ്തിടുക. 14-ാം തീയതി നിങ്ങൾക്ക് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇനിയുള്ള അലോട്ട്മെൻറ്റിൽ നമുക്ക് വരാൻ സാധ്യതയില്ല, ഡീംഡിന് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആ വൈകുന്നേരം കയറി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താൽ മതി. പക്ഷേ രജിസ്ട്രേഷൻ 14-ാം തീയതി ഉച്ചയ്ക്ക് തന്നെ അവസാനിക്കും. നമ്മൾ കേരളത്തിൽ സീറ്റ് കിട്ടി, ഇനി ഡീംഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ കിട്ടണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാതിരുന്നാൽ മതിയല്ലോ. രജിസ്റ്റർ ചെയ്തു എന്ന് വിചാരിച്ച് 2 ലക്ഷം അടച്ചു എന്ന് വിചാരിച്ച് നമ്മളുടെ പൈസ നഷ്ടപ്പെടുകയില്ല. നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടി അല്ലെങ്കിൽ കിട്ടാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാതിരുന്നാൽ മതിയാകും. പക്ഷേ രജിസ്ട്രേഷൻ 14-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് തീരും. ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം, അല്ലെങ്കിൽ ഇനി ഓപ്ഷൻ നിങ്ങൾക്ക് കളയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം 14-ാം തീയതി 12 മണിക്ക് അവസാനിക്കും. അതിനുശേഷം 19-ാം തീയതിയാണ് ഈ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഈ വേക്കൻസി സീറ്റ് ഫില്ലിങ്ങിൽ നമുക്കൊരു സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് 19-ാം തീയതി അറിയാം. 3-ാം ഘട്ടത്തിൻ്റെത്, അതിൽ കോളേജിൽ ചേരാനുള്ളത് 20-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ്. നമുക്കറിയാം, 3-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ നമുക്കൊരു സീറ്റ് കിട്ടിയിട്ട് നമ്മൾ അവിടെ പോയി ചേർന്ന് കഴിഞ്ഞാൽ ഇനിയുള്ള 4.5 വർഷം നമ്മൾ ആ കോളേജിലായിരിക്കും പഠിക്കുന്നത്. പിന്നീട് സ്റ്റേറ്റ് കോട്ടയിലേക്കോ 4ാമത്തെ സ്ട്രേ വേക്കൻസിയിലോട്ടോ നമ്മളെ പരിഗണിക്കുകയില്ല താനും. ഇതാണ് 3-ാം ഘട്ടം. അടുത്ത ഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്ട്രേ വേക്കൻസി. സ്ട്രേ വേക്കൻസിക്ക് വേണ്ടിയിട്ട് പുതിയതായി രജിസ്ട്രേഷനോ ഓപ്ഷൻ കൊടുക്കാനോ അനുവാദമില്ല. ഡീംഡ് കോളേജുകൾ ഈ നീറ്റ് 2021 അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വെളിയിൽ പോവുകയും ചെയ്യും. ഡീംഡ് കോളേജുകളുടെ 4ാം ഘട്ടം, അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതാത് കോളേജുകൾ വഴിയാണ്. പക്ഷേ 2 നിബന്ധനകളുണ്ട്. ഒന്ന്, ഈ MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ 4ാം ഘട്ട ഡീംഡിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. നമ്മൾ MCCയുടെ സൈറ്റിൽ 2 ലക്ഷം അടച്ച് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഡീംഡിൽ കിട്ടിയിട്ടില്ല, 3ാമത്തെ റൗണ്ടിലും ഡീംഡിൽ കിട്ടിയില്ല, നിങ്ങൾക്ക് കോളേജ് വൈസ് നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ MCCയുടെ സൈറ്റിൽ 2 ലക്ഷം രൂപ അടച്ച് രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം 14-ാം തീയതി 12 മണി വരെ. കൂടാതെ മൊത്തം ഡീംഡ് കോളേജുകളിൽ എത്ര വേക്കൻസി ഉണ്ടോ അതിൻ്റെ 10 മടങ്ങ് ഒരു വേക്കൻസി ലിസ്റ്റ്
അതിൻ്റെ 10 മടങ്ങ് ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റിലുള്ളവരെ മാത്രമേ ഡീംഡ് കോളേജുകളുടെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ആ കോളേജിൽ പരിഗണിക്കുകയുമുള്ളൂ. ഈ ലിസ്റ്റിൽ നമ്മളുടെ റാങ്ക് അല്ലെങ്കിൽ നമ്മുടെ റോൾ നമ്പർ ഇടം പിടിക്കുകയും വേണം. അപ്പം ഡീംഡിൻ്റെ 4ാം ഘട്ടത്തിൽ പരിഗണിക്കണമെങ്കിൽ MCCയിൽ രജിസ്റ്റർ ചെയ്ത് 2 ലക്ഷം അടച്ചിരിക്കണം. അതിനുശേഷം സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വേക്കൻസിയുടെ 10 മടങ്ങ് പബ്ലിഷ് ചെയ്യുന്ന ഷോർട്ട് ലിസ്റ്റിൽ നമ്മളുടെ പേരുണ്ടാകുകയും ചെയ്യണം. സ്പോട്ട് അലോട്ട്മെൻറ്റ് അതാത് ഡീംഡ് കോളേജുകളുടെ വെബ്സൈറ്റ് വഴിയായിരിക്കും. ആ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന തീയതികളിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും സഹിതം നിങ്ങൾ കോളേജിൽ ഹാജരായി വേണം ഡീംഡ് കോളേജുകളുടെ വേക്കൻസി സീറ്റ് ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫില്ല് ചെയ്യാനുള്ളത്. ഇനി ഓൾ ഇന്ത്യ MBBSൻ്റെയും BDSൻ്റെയും എയിംസിൻ്റെയും ESI കോളേജുകളുടെയും 4ാമത്തെ അലോട്ട്മെൻറ്റ് സ്ട്രേ വേക്കൻസി. നമുക്കറിയാം 3ാം ഘട്ട അലോട്ട്മെൻറ്റോടുകൂടി രജിസ്ട്രേഷനും ഓപ്ഷൻ ഫില്ലിങ്ങും അവസാനിക്കും. അപ്പോൾ നമുക്ക് ഈ നീറ്റ് 2021 റാങ്കിനനുസരിച്ച് MBBSനോ BDSനോ BSc നേഴ്സിങ്ങിനോ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ ഈ 3ാം ഘട്ടത്തിൽ മാത്രമേ പുതിയതായി രജിസ്റ്റർ ചെയ്യാനും ഓപ്ഷൻ കൊടുക്കാനും അവസരമുള്ളൂ. നമുക്ക് എന്താണെങ്കിലും ഒരു ഗവൺമെൻറ് MBBS വേണം. നമുക്ക് ഈ 3ാം ഘട്ടത്തിൽ മാക്സിമം ഓപ്ഷൻ കൊടുത്തിരിക്കണം. 3ാം ഘട്ടത്തിൽ കിട്ടിയില്ല എങ്കിൽ നമ്മളെ സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കും. 3ാം ഘട്ടത്തിൽ കിട്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തില്ല എങ്കിൽ 4ാം ഘട്ടത്തിൽ ആ സീറ്റ് നമ്മളെ പരിഗണിക്കുകയില്ല, മറ്റൊരാൾക്ക് കൊടുക്കും. അപ്പോൾ 3ാം ഘട്ടത്തിനും 4ാം ഘട്ടത്തിനും വേണ്ടി ഒരു രജിസ്ട്രേഷനും ഒരു ഓപ്ഷൻ ഫില്ലിങ്ങും മാത്രമേ ഉള്ളൂ എന്ന് കരുതി വേണം നമ്മൾ 14-ാം തീയതി രാത്രി 12 മണിക്ക് മുകളിൽ ഓപ്ഷൻ ഫില്ല് ചെയ്യാൻ. നമുക്കറിയാം വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഓപ്പൺ മേഖലയിൽ തന്നെ ഏതാണ്ട് 660ഓളം MBBS സീറ്റുകൾ വേക്കൻസി ഉണ്ട്. നമുക്ക് അടുത്തത് സീറ്റ് മെട്രിക്സിലൂടെ ഒന്ന് കണ്ണോടിക്കാം. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന കാര്യത്തിൽ മടി വിചാരിക്കരുത്. ഇനി നിങ്ങൾക്ക് കേരളത്തിൽ മാത്രം മതി, അല്ലെങ്കിൽ എയിംസിൽ മാത്രം മതി, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ മാത്രം മതി എന്നുള്ള ധാരണയുണ്ടെങ്കിലും ഈ 3ാമത്തെ റൗണ്ടിൽ നിങ്ങൾ കൊടുത്തോളൂ. 3ാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അതേ ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ട് നിങ്ങളെ 4ാമത്തെ റൗണ്ടിൽ പരിഗണിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടതോ കൺഫേം ചെയ്യേണ്ടതോ ആയിട്ടില്ല. നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ അടുത്തതിൽ പരിഗണിക്കും. ഈ 3ാം ഘട്ട അലോട്ട്മെൻറ്റിൽ, അതായത് മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ ഇന്ത്യയിലെ ഗവൺമെൻറ് മേഖലയിലുള്ള MBBSൽ എത്ര സീറ്റുകളാണ് ഒഴിവുള്ളതെന്ന് നമുക്ക് നോക്കാം. മൊത്തം 269 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് ഓപ്പൺ കോട്ടയിൽ ഉണ്ടായിരുന്നത്. അതിൽ റൗണ്ട് 1ൽ 2382 ഓപ്പൺ സീറ്റുകൾ ഉണ്ടായപ്പോൾ യാതൊരുവിധ റിസർവേഷനും പരിഗണിക്കാതെ ഉണ്ടായിരുന്നപ്പോൾ അത് ബാക്കിയുള്ള സീറ്റുകൾ ഫില്ലായി 2ാമത്തെ റൗണ്ടിൽ 1716 സീറ്റ് വേക്കൻറ്റ് വന്നു. ഇതാ മോപ്പപ്പ് റൗണ്ടിൽ 667 സീറ്റാണ് ജനറൽ വിഭാഗത്തിന് ഈ വേക്കൻസി സീറ്റ് ഫില്ലിങ്ങിൽ പരിഗണിക്കുന്നത്. EWS വിഭാഗത്തിൽ 127 സീറ്റ് മിച്ചമുള്ളപ്പോൾ OBC വിഭാഗത്തിൽ നോൺ ക്രിമിനൽ തഹസീൽദാർ എന്നുള്ള വിഭാഗത്തിന് 420 സീറ്റുകൾ വേക്കൻസി ഉണ്ട്. റൗണ്ട് 1ലും 2വിലും ജനറൽ വിഭാഗത്തിനും OBCക്കും EWSനും തമ്മിൽ വലിയ റാങ്ക് വ്യത്യാസമില്ലായിരുന്നു. ലാസ്റ്റ് റാങ്ക് നോക്കിയാൽ നമുക്കറിയാം വളരെ അടുത്തടുത്തായിരുന്നു ഇരുന്നത്. പക്ഷേ ഇനി ഈ റാങ്കുകൾ തമ്മിൽ വലിയ അന്തരം കാണും. ജനറൽ വിഭാഗം തീരുന്നതും OBC തീരുന്നതും EWS തീരുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് റിസർവേഷൻ വിഭാഗത്തിലുള്ളവർ ഇനി കൂടുതൽ സാധ്യത കൂടുതലുണ്ട്. ഇവർ കൂടുതൽ ഓപ്ഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അതായത് STയിൽ വേക്കൻസി വന്നിട്ട് പരിഗണിച്ചില്ലെങ്കിൽ SCയിൽ പരിഗണിക്കും, SCയിൽ പരിഗണിച്ചില്ലെങ്കിൽ OBCയിൽ പരിഗണിക്കും. ഈ 3ാമത്തെ അലോട്ട്മെൻറ്റിലാണ് അതാത് കാറ്റഗറിയിൽ ഒഴിവില്ലാത്ത ആളുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത കാറ്റഗറിയിൽ പരിഗണിക്കുന്നത്. നമുക്കറിയാം PWD വിഭാഗത്തിലൊക്കെ ഏതാണ്ട് 100ഓളം സീറ്റുകൾ ഒഴിവുണ്ട്. അത് അതാത് റിസർവേഷനിൽ പരിഗണിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാക്സിമം ഓപ്ഷൻ കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ജനറൽ വിഭാഗത്തിൽ 667 വേക്കൻസി ഉള്ളപ്പോൾ EWSൽ 127 വേക്കൻസിയും OBCയിൽ 420 വേക്കൻസി ഉണ്ട്. SC വിഭാഗത്തിൽ 200 വേക്കൻസിയാണുള്ളത്. SC വിഭാഗത്തിൽ ആരെങ്കിലും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ST വിഭാഗത്തിൽ ഇപ്പോഴും 73 സീറ്റുകളുണ്ട്. STയുടെയും SCയുടെയും PWD വിഭാഗത്തിൽ വേക്കൻസി സീറ്റ് ഉണ്ടെങ്കിലും ആ റാങ്കിൽ ആരും ഇല്ലാത്തത് കൊണ്ട് അതെല്ലാം അതാത് കാറ്റഗറി വിഭാഗത്തിൽ ഓപ്പൺ കോട്ടയിൽ പരിഗണിക്കും. അങ്ങനെ മൊത്തം 1610 സീറ്റുകളിലോട്ടാണ് MBBSൻ്റെ ഗവൺമെൻറ് മേഖലയിൽ ഈ 3ാമത്തെ റൗണ്ട് നടക്കുന്നത്. 6167 എന്നുള്ളതാണ് 1610 നിൽക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ കുറച്ച് പേരൻസ് സുപ്രീം കോടതിയിൽ
വളരെ കഷ്ടപ്പെട്ട് അവർ ഈ ഒരു വാദം നടത്തി സുപ്രീം കോടതിയിൽ നിന്ന് നേടിയെടുത്ത വിജയം കൊണ്ടാണ് ഈ 1610 സീറ്റ് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാനുള്ള ഇട വന്നതെന്നും ഇവിടെ ഓർത്തുകൊള്ളട്ടെ. BDSന് ഇന്ത്യയിൽ ആകമാനമുള്ള ഗവൺമെൻറ് BDS കോളേജുകളിൽ 187 സീറ്റുകൾ. ഇവിടെ നമുക്കറിയാം 42 കോളേജുകൾ മാത്രമേ ഗവൺമെൻറ് BDSന് ഓൾ ഇന്ത്യ തലത്തിലുള്ളൂ. കേരളത്തിൽ മാത്രമേ കൂടുതൽ കോളേജുള്ളൂ. ബാക്കി ഓൾ ഇന്ത്യ തലത്തിൽ BDSന് ഗവൺമെൻറ് മേഖലയിൽ സീറ്റ് കുറവാണ്. 187 സീറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോഴും 140 സീറ്റുകൾ വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് BDS ആണ് വേണ്ടതെങ്കിൽ ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ മാക്സിമം കൊടുക്കുന്നത് നല്ലതായിരിക്കും. EWS വിഭാഗത്തിൽ ഇപ്പോഴും 32 സീറ്റുണ്ട്. OBC വിഭാഗത്തിൽ 82 സീറ്റുകളുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് ഗവൺമെൻറ് മേഖലയിൽ കേരളത്തിൽ കിട്ടാനുള്ള സാഹചര്യമില്ല എങ്കിൽ ഓൾ ഇന്ത്യയിൽ കിട്ടാനുള്ള സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കുക. SC വിഭാഗത്തിൽ 52 സീറ്റും ST വിഭാഗത്തിൽ 24 സീറ്റും അടക്കം ഗവൺമെൻറ് ദന്തൽ മേഖലയിൽ 345 സീറ്റുകളിലോട്ടാണ് ഈ മോപ്പപ്പ് റൗണ്ട് നടക്കുന്നത്. എയിംസ് മെഡിക്കൽ കോളേജുകളിൽ നമ്മുടെ എയിംസ് മധുര ഉൾപ്പെടെ മൊത്തം 20 മെഡിക്കൽ കോളേജുകളിലോട്ട് റൗണ്ട് 1ഉം 2ഉം നടന്നപ്പോൾ 1987 വേക്കൻസികളാണ് ഉണ്ടായിരുന്നത് ആദ്യം. എന്നാൽ അതിപ്പോൾ കേവലം 149 സീറ്റുകൾ മാത്രമേ വേക്കൻസി ഉള്ളൂ. എയിംസ് ഏതാണ്ട് 90% ഫില്ല് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓപ്പൺ കോട്ടയിൽ എന്നിരുന്നാലും 47 സീറ്റുകൾ വേക്കൻസി ഉണ്ട്. എയിംസ് മധുരയിൽ ഇപ്പോൾ 10 സീറ്റ് ഓപ്പൺ കോട്ടയിൽ വേക്കൻസി ഉണ്ട്. EWS വിഭാഗത്തിൽ 5 സീറ്റും ഇവിടെ OBC വിഭാഗത്തിൽ 43 സീറ്റുകൾ വേക്കൻസി ഉണ്ട്. ഏതാണ്ട് ഓൾ ഇന്ത്യ റാങ്ക് 10,000, 11,000, 12,000 വിഭാഗത്തിനൊക്കെ എയിംസ് കിട്ടാനുള്ള വളരെ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ജനറൽ വിഭാഗവും OBC വിഭാഗവും തമ്മിൽ ഇനി വലിയ റാങ്കുകളുടെ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. SC വിഭാഗത്തിന് 23 സീറ്റുകളാണുള്ളത്. STക്ക് 8 ഉൾപ്പെടെ മൊത്തം 149 സീറ്റുകൾ 20 എയിംസിലായിട്ട് വേക്കൻസി ഇപ്പോഴുമുണ്ട്. ജിപ്മർ പോണ്ടിച്ചേരിയുടെയും കാരക്കലിൻ്റെയും സീറ്റുകളിൽ ജിപ്മർ പോണ്ടിച്ചേരിയിൽ ജനറൽ വിഭാഗത്തിൽ 1 സീറ്റുകൾ മാത്രമേ ഒഴിവുള്ളൂ. ബാക്കിയെല്ലാം കാരക്കലിലെ സീറ്റാണ്. അങ്ങനെ PWD വിഭാഗത്തിലും പോണ്ടിച്ചേരിയിൽ 1 സീറ്റുണ്ട്. അങ്ങനെ ഓപ്പൺ കാറ്റഗറിയിലും PWD വിഭാഗത്തിലും 2 സീറ്റുകൾ പോണ്ടിച്ചേരിയിൽ ഒഴിവുള്ളപ്പോൾ കാരക്കലിൽ 28 സീറ്റുകൾ വേക്കൻസി ഉണ്ട്. ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ സീറ്റുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കാര്യമായ കുറവുണ്ടായിട്ടില്ല. അതായത് രണ്ടാമത്തെ റൗണ്ടിൽ ആൾക്കാർ സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഓപ്ഷൻ കൊടുക്കുന്നതിൽ നിന്ന് മാറുന്നു. കാരണം രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുത്തിരുന്നെങ്കിൽ ഓപ്ഷൻ വന്നിട്ട് എടുത്തില്ല എങ്കിൽ അവരുടെ പൈസ നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് ഡീംഡ് മെഡിക്കൽ കോളേജുകൾ സെക്കൻഡ് റൗണ്ടിൽ ആൾക്കാർ വളരെ കുറച്ചേ കൊടുത്തുള്ളൂ. അതുകൊണ്ട് ഭൂരിഭാഗം ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെയും MBBSും BDSും സീറ്റുകൾ വേക്കൻസി ഉണ്ട്. നമുക്ക് കേരളത്തിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ കിട്ടാത്തൊരു സാഹചര്യമാണുള്ളെങ്കിൽ നമ്മുടെ ഈ ഫീസ്, ഇവിടുത്തെ ഓരോ കോളേജുകളുടെയും ഫീസ് നോക്കണം. ആ ഫീസ് നമുക്ക് അഫോർഡബിൾ ആണ് എങ്കിൽ ഡീംഡ് കോളേജുകളിൽ ഏതാണ്ട് 2262ഓളം MBBS സീറ്റുകളും 1564ഓളം BDS സീറ്റുകളും ജസ്റ്റ് നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് BDS സീറ്റ് കിട്ടാനുള്ള സാഹചര്യം ഡീംഡ് കോളേജുകളിലുണ്ട്. ഫീസ് നോക്കി, സ്ഥലം നോക്കി നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. 14-ാം തീയതി രാത്രി 12 മണി വരെ അവസരമുള്ളൂ. രജിസ്ട്രേഷൻ 2 ലക്ഷം അടച്ച് രജിസ്റ്റർ ചെയ്യുന്നത് 14-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയും. BSc നേഴ്സിംഗ് ആദ്യമായി നീറ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ 210 സീറ്റുകൾ ഇപ്പോഴും വേക്കൻസി ഉണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല നേഴ്സിംഗ് കോളേജുകളിൽ ലേഡി ഹാർഡിൻ പോലെയുള്ള RAK പോലെയുള്ള ഏറ്റവും ഒന്നാമത്തെ മെഡിക്കൽ കോളേജുകളിൽ BSc നഴ്സിംഗിന് ഇപ്പോഴും 210 സീറ്റുകൾ വേക്കൻസി ഉണ്ട്. ആകെയുള്ള 487 ഏതാണ്ട് 40% സീറ്റുകളും ഇപ്പോഴും ഒഴിവുണ്ട്. വളരെ ഫീസ് നിരക്കിൽ ഏതാണ്ട് 1000-ൽ താഴെ ഫീസ് നിരക്കിൽ BSc നേഴ്സിംഗിന് ഇപ്പോഴും ഇത്രയും സീറ്റുകൾ ഒഴിവുണ്ട്. ഓപ്പൺ വിഭാഗത്തിൽ 80 സീറ്റുകളും EWS സീറ്റുകൾ 13 സീറ്റും OBCയിൽ 48 സീറ്റും SCയിൽ 35 സീറ്റും STയിൽ 19 സീറ്റും ഉൾപ്പെടെ BSc നേഴ്സിംഗിന് 210 സീറ്റുകൾ ഈ മോപ്പപ്പ് റൗണ്ടിൽ ഫില്ല് ചെയ്യപ്പെടും. കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും കൂടെ 62 MBBS സീറ്റുകളാണ് ഈ അലോട്ട്മെൻറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് കേരള അലോട്ട്മെൻറ്റ് വഴി കിട്ടിയതിനേക്കാളും ബെറ്റർ കോളേജ് കിട്ടാൻ വേണ്ടി ഈ 3ാമത്തെ റൗണ്ടിൽ വേണമെങ്കിൽ അവസരം ഉപയോഗിക്കാം. നമുക്കറിയാം, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 5 സീറ്റ് ഓപ്പൺ കാറ്റഗറിയിൽ, കണ്ണൂർ മെഡിക്കൽ കോളേജ് പരിയാരത്ത് 3, എറണാകുളത്ത് 1, പാലക്കാട് 2, കോട്ടയത്ത് 1, തൃശ്ശൂർ 3, തിരുവനന്തപുരത്ത് 1, ആലപ്പുഴയിൽ 4, കൊല്ലത്ത് 4, അങ്ങനെ മൊത്തം എല്ലാ വിഭാഗത്തിലും കൂടെ 62 സീറ്റുകൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ഒഴിവുണ്ട്. അതനുസരിച്ച് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം.
ഓൾ ഇന്ത്യയുടെ മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പല റിസർവേഷൻ കാറ്റഗറിയിലും ഒഴിവുകൾ വരും. അപ്പോൾ ഏതൊക്കെ കോളേജുകളിൽ വേക്കൻസി ഉണ്ട്, ഇപ്പോൾ ജനറൽ വിഭാഗത്തിനാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് ഒഴിവുള്ള കോളേജുകൾ മാത്രം നോക്കി ഓപ്ഷൻ വെക്കണ്ട. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രൊഫൈൽ പേജിൽ ഏതൊക്കെ കോളേജുകൾ ഇടത്ത് സൈഡിൽ അവൈലബിൾ ആണോ അവിടെ എല്ലാം നമുക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. വേക്കൻസി കൂടുതലുള്ള കോളേജ് ആദ്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതുമില്ല. നമ്മളുടെ റാങ്ക് വരുമ്പോൾ നമ്മളുടെ എല്ലാ ഓപ്ഷനും പരിഗണിച്ച് നമുക്കൊരു സീറ്റ് തന്നിട്ടേ നമ്മുടെ അടുത്തയാളെ പരിഗണിക്കുകയുള്ളൂ. അപ്പം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വേക്കൻസി ഉള്ളൊരു സീറ്റ് എടുത്ത് ആദ്യം വെക്കേണ്ട അവസ്ഥയില്ല. ആ വിഭാഗത്തിൽ ജനറൽ കാറ്റഗറി OBC EWSലോ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കിയിട്ടും വെക്കണ്ട. കാരണം നമ്മളെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മുടെ പ്രൊഫൈൽ പേജിൽ കാണുന്ന മുഴുവൻ ഓപ്ഷൻസും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്, നിങ്ങൾ കിട്ടിയാൽ പോകുമെന്നുള്ളത്, കിട്ടിയിട്ട് പോയില്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുമെന്നുള്ളത് മാത്രമല്ല, നാലാമത്തെ റൗണ്ടിൽ നമ്മളെ പരിഗണിക്കാതെ പോകും. നമ്മളെക്കാളും നല്ല റാങ്ക് ഉള്ളവർക്ക് ചിലപ്പോൾ ബെറ്റർ കോളേജ് കിട്ടുകയും ചെയ്തേക്കാം. അതുകൊണ്ട് പോകാമെന്നുള്ള എല്ലാ കോളേജുകളിലും ഓപ്ഷൻ കൊടുക്കുക. നമ്മളുടെ കാറ്റഗറിയിൽ ഒഴിവുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. ആർക്കൊക്കെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്? റൗണ്ട് 1ലും 2ലും രജിസ്റ്റർ ചെയ്തു, പേയ്മെൻ്റൊക്കെ ചെയ്തു, പക്ഷേ സീറ്റൊന്നും കിട്ടിയില്ല. അവർക്ക് ഈ മൂന്നാമത്തെ റൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് വെറുതെ ഓപ്ഷൻ ഫില്ലിംഗ് മാത്രം നടത്തിയാൽ മതിയാകും. അവർ റൗണ്ട് 1ലോ 2ലോ അല്ലെ 1 ചിലപ്പോൾ കിട്ടിക്കാണും, ഫ്രീ എക്സിറ്റ് ആയിരിക്കും. 1ൽ കിട്ടി, ഫ്രീ എക്സിറ്റ്, സെക്കൻഡിൽ ഓപ്ഷൻ കൊടുത്തില്ല. അല്ലെങ്കിൽ 1ലോ 2ലോ രജിസ്റ്റർ ചെയ്തു, സീറ്റേ കിട്ടിയില്ല. അവരുടെ രജിസ്ട്രേഷൻ ഫീസ് നിലനിൽപ്പുണ്ട്. ഗവൺമെൻറ് MBBSനും BDSനും വേണ്ടിയിട്ട് 10,000 അല്ല 5,000 ഉള്ളതും ഡീംഡിന് വേണ്ടിയിട്ട് 2 ലക്ഷം ഉള്ളവരുടെയും പേയ്മെൻറ്റ് അവിടെ നിൽപ്പുണ്ട്. ലോഗിൻ ചെയ്യുക, ചോയ്സ് ഫില്ലിംഗ് നടത്തിയാൽ മതിയാകും. റൗണ്ട് 2ൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിരുന്നു, പക്ഷേ നിങ്ങൾ പോയില്ല. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെട്ടു. ലോഗിൻ ചെയ്യുക, ലോഗിൻ ചെയ്തിട്ട് ഫൈനൽ സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, പേയ്മെൻറ്റ് വീണ്ടും നടത്തുക. ഗവൺമെൻറ് മേഖലയാണെങ്കിൽ 10,000 അല്ലെങ്കിൽ 5,000 നടത്തുക. ഡീംഡ് കോളേജുകളാണ് നിങ്ങൾക്ക് പുതിയതായിട്ട് വേണ്ടതെങ്കിൽ 2 ലക്ഷം രൂപ അടയ്ക്കുക, അതിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിയവർ പുതിയതായി രജിസ്റ്റർ ചെയ്യേണ്ട, ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യേണ്ട, ഓൾറെഡി ഉള്ള ആപ്ലിക്കേഷൻ നമ്പർ അടിച്ച് ലോഗിൻ ചെയ്യുക, ഓപ്ഷൻ കൊടുക്കുക, നിങ്ങളുടെ പേയ്മെൻറ്റ് ഫൈനൽ സബ്മിറ്റ് എന്ന് കൊടുക്കുക, പേയ്മെൻറ്റ് നടക്കുക, ചോയ്സ് ഫില്ലിംഗ് നടത്താം. ഇനി റൗണ്ട് 1ലും 2ലും നിങ്ങൾ രജിസ്റ്റർ ചെയ്തേയില്ല, ആ കുട്ടികൾക്കും ഇപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് പുതിയതായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഡേറ്റേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് ഗവൺമെൻറ് മേഖല മാത്രം മതിയെങ്കിൽ 10,000 അല്ലെങ്കിൽ OBC വിഭാഗമാണെങ്കിൽ 5,000 രൂപ അടച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, പേയ്മെൻറ്റ് അടയ്ക്കുക, ചോയ്സ് ഫില്ല് ചെയ്യുക. ഡീംഡ് കോളേജുകളാണ് പുതിയതായിട്ട് വേണ്ടതെങ്കിൽ നിങ്ങൾ പുതിയതായി രജിസ്റ്റർ ചെയ്യുക. 1ലും 2ലും രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു, നിങ്ങൾക്കിപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് ഈ മൂന്നാമത്തെ റൗണ്ടിനും നാലാമത്തെ റൗണ്ടിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ ഫില്ല് ചെയ്യാം. നമുക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഡീംഡ് കോളേജുകൾ വേണം. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് 2 ലക്ഷം രൂപ അടച്ചു നിർത്തുക, നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കോളേജുകൾ പരിഗണിക്കണമെങ്കിൽ. പിന്നീട് വേണ്ടത്, നമുക്ക് ആദ്യത്തെ 2 റൗണ്ടിൽ നമുക്ക് ഗവൺമെൻറ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 10,000 5,000 അടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഡീംഡ് മെഡിക്കൽ കോളേജുകൾ ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വിളിച്ച് ലോഗിൻ ചെയ്യുക. ഇടത്ത് സൈഡിൽ 5ാമതായിട്ട് കിടക്കുന്ന റീസെറ്റ് രജിസ്ട്രേഷൻ, അൺലോക്കിംഗ് രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യും. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പം കൗൺസിലിംഗ് എന്നുള്ളത്തെ ക്ലിക്ക് ചെയ്യുക. കൗൺസിലിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെയുണ്ട്, ഓൾ ഇന്ത്യ കോട്ട, അതുപോലെ തന്നെ ഡീംഡ്, എയിംസ്, ജിപ്മർ എന്നൊക്കെ കാണാം. അതിൽ ഡീംഡും കൂടെ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ 10,000 അടച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ബാക്കി 1,90,000 രൂപ അടച്ച് നിങ്ങൾ ഡീംഡ് കോളേജുകൾക്ക് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതിൻ്റെ എല്ലാം അവസരം 14-ാം തീയതി 12 മണിക്ക് തീരുമെന്നുള്ള, ഉച്ചയ്ക്ക് 12 മണിക്ക് തീരും. ചോയ്സ് ഫില്ല് ചെയ്യാൻ മാത്രമേ 14-ാം തീയതി രാത്രി 12 മണി വരെ ഉണ്ടാകുകയുള്ളൂ. ഇവിടെയും ലോക്കിംഗ് ഉണ്ട്, നിങ്ങൾ ലോക്ക് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളെ അത് ഓട്ടോമാറ്റിക് ലോക്ക് ആയിക്കൊള്ളും. നിങ്ങൾക്ക് ഫില്ല് ചെയ്യുന്ന ചോയ്സുകൾക്കനുസരിച്ച് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. 3rd അലോട്ട്മെൻറ്റിലും 4th അലോട്ട്മെൻറ്റിലും നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യും. കേരള അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്നവർ, അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിലോ സെൽഫ് ഫിനാൻസിങ് മേഖലയിലോ നിൽക്കുന്നവർക്ക് ഈ റൗണ്ടിൽ പങ്കെടുക്കാം. ഈ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടിയതിനേക്കാളും ബെറ്റർ ഓൾ ഇന്ത്യ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് TC മേടിച്ച് ഓൾ ഇന്ത്യയിൽ പോയി ചേർന്ന് അവിടെ പഠിക്കാം. പിന്നീട് കേരളത്തിലും പരിഗണിക്കുകയില്ല, ഓൾ ഇന്ത്യയുടെ 4ാമത്തെ റൗണ്ടിലും പരിഗണിക്കുകയില്ല എന്ന് മാത്രം. അപ്പോൾ ഇവിടെ കിട്ടാൻ സാധ്യതയുള്ളതിനേക്കാളും അല്ലെങ്കിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഓപ്ഷൻസ് വെക്കുക. ഏറ്റവും പ്രധാന കാര്യം, ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ 2nd അലോട്ട്മെൻറ്റ് 14-ാം തീയതി വൈകിട്ടേ വരികയുള്ളൂ. 14-ാം തീയതി വൈകിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സീറ്റ് കിട്ടിയാൽ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റ് കിട്ടിയാൽ, നിങ്ങളുടെ ഓപ്ഷൻ്റെ 1ാമത്തെ സീറ്റ് കിട്ടിയാൽ നിങ്ങൾ ഓൾ ഇന്ത്യ റൗണ്ടിൽ നിന്ന്
പിന്മാറുക, ഓൾ ഇന്ത്യ റൗണ്ടിലെ ബാക്കി ചോയ്സുകൾ കളഞ്ഞേക്കുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടാതിരിക്കും. ഒപ്പം കേരളത്തിലെ തന്നെ, കാരണം കേരളത്തിലെ കുട്ടികൾക്ക് ഗവൺമെൻറ് മേഖലയിൽ ഇവിടെ ഗവൺമെൻറ് കോളേജുകൾ കുറവായതുകൊണ്ട് നമ്മുടെ ഒരു കുട്ടിക്ക് ഒരു സീറ്റ് കൂടി കിട്ടുകയും ചെയ്യും. കേരളത്തിലെ ഒരു ഗവൺമെൻറ് MBBS നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് MBBS കിട്ടിയില്ലെങ്കിൽ ഇവിടെ സെൽഫ് ഫിനാൻസിങ് MBBSൻ്റെ ഫീസ് നിങ്ങൾക്കറിയാം. അപ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ കിട്ടിയതിനേക്കാളും നല്ലൊരു സീറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സീറ്റുകൾ നിങ്ങൾക്ക് 14-ാം തീയതി വൈകുന്നേരം വേണമെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോയ്സ് കൊടുത്തിട്ട് കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ചോയ്സ് കളയുകയും ചെയ്യാം. അപ്പോൾ വേക്കൻസി നോക്കിയിട്ട് വേണ്ട നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഏത് കാറ്റഗറിയിലാണ് വേക്കൻസി എന്ന് നോക്കേണ്ടതില്ല. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് റൗണ്ട് 1-ലും 2-ലും കൊടുത്തതുപോലെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇപ്പോൾ ഏതൊക്കെ കോളേജുകൾ ഉണ്ടോ ആ കോളേജുകളെല്ലാം നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ ചോയ്സ് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണം. 3-ാമത്തെ റൗണ്ടിനും 4-ാമത്തെ റൗണ്ടിനും ഒറ്റ പ്രാവശ്യമേ രജിസ്റ്റർ ചെയ്യാനും ചോയ്സ് ഫില്ല് ചെയ്യാനും ഇനി അവസരമുള്ളൂ. നീറ്റ് 2021 ഓൾ ഇന്ത്യ തലത്തിലുള്ളത് ഈ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും 14-ാം തീയതി അവസാനിക്കും. അതിൽ രജിസ്ട്രേഷൻ 14-ാം തീയതി ഉച്ചയ്ക്കും ഓപ്ഷൻ ഫില്ലിംഗ് 14-ാം തീയതി രാത്രിയിലും അവസാനിക്കും. അപ്പോൾ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് കിട്ടാനുള്ള ഗവൺമെൻറ് മേഖലയിലോ ഡീംഡ് മേഖലയിലോ BSc നഴ്സിങ്ങോ MBBSോ BDSോ ഏതുമാവട്ടെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ 14-ാം തീയതി കൊണ്ട് ഓപ്ഷൻ ഫില്ല് ചെയ്യണം. നിങ്ങൾക്കത് 3rd റൗണ്ടിൽ കിട്ടിയില്ലെങ്കിൽ ബാക്കി ഗവൺമെൻറ് മേഖലയിലുള്ളതിൽ വീണ്ടും 4th റൗണ്ടിൽ പരിഗണിക്കും. ഡീംഡ് മേഖലയിലെ MBBSും BDSും 4-ാമത്തെ റൗണ്ടിൽ അതാത് കോളേജുകൾക്ക് വിട്ടുകൊടുക്കും. കോളേജുകൾ വഴി നിങ്ങൾക്കത് സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് ആ സീറ്റ് ഫില്ല് ചെയ്യാൻ സാധിക്കും. കോളേജുകളുടെ പ്രയോറിറ്റി ഓർഡറെ കുറിച്ച് ഇനി നമുക്ക് വീണ്ടും പറയേണ്ടതായിട്ടില്ല. കാരണം റൗണ്ട് 1-ൻ്റെയും 2-ൻ്റെയും ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് നമ്മളുടെ കയ്യിലുണ്ട്. ചോയ്സ് റൗണ്ട് 1-ലും 2-ലും പോയതിൻ്റെ റാങ്ക് ഓർഡർ നമ്മളുടെ കൈവശമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡർ കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പോൾ മാക്സിമം ചോയ്സ് കൊടുത്ത് ഈ നീറ്റ് 2021 നിങ്ങൾക്ക് ഏറ്റവും അർഹതയുള്ള സീറ്റ് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.